പ്രതിഷേധങ്ങൾക്കിടെ സമസ്ത മുഖപത്രത്തിൽ വീണ്ടും ഇടതുമുന്നണിയുടെ പരസ്യം. സുപ്രഭാതത്തിന്റെ ആദ്യ 2 പേജുകളിലാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഇടതുമുന്നണി പരസ്യം നൽകിയതിനെതിരെ സമസ്തയിലെ ഒരു വിഭാഗം പ്രതിഷേധമുയർത്തിയിരുന്നു. ഇതിന് പിന്നാലെ സമസ്ത അണികൾ പത്രം കത്തിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് ചേർന്നുണ്ട്. ആനന്ദ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ദിവസം LDF പരസ്യം വന്നത് സമസ്ത അണികൾക്കിടയിൽ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനിടെയാണ് വീണ്ടും ഇന്ന് സുപ്രഭാതം എന്ന പത്രത്തിൽ വീണ്ടും LDFന്റെ പരസ്യം ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസത്തെ പരസ്യം മുതൽ ഈ മലപ്പുറത്ത് പത്രം അടക്കം കത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. ഈ തുടർന്ന് തർക്കം രൂക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ചില സമസ്ത നേതാക്കളുടെ LDF അനുകൂല പ്രസ്താവന തള്ളി സമസ്ത നേതൃത്വം തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്നത്തെ പത്രത്തിലും LDFന്റെ പരസ്യം വന്നത്. സംസ്ഥാന പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് വീണ്ടും വലിയ ചർച്ചയായിട്ടുണ്ട്. ആ തലത്തിൽ ഈ ഇടതുപക്ഷം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ സമസ്യയുടെ മുഖപത്രത്തിൽ ഇത്തരത്തിൽ പരസ്യം വന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്തായാലും ഇത് പുതിയ ഒരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനന്ദ്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഇടയിലാണ് ഈ ഒരു വിവാദം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകർക്കിടയിലും അതൊരു ഭിന്നതയ്ക്കൊക്കെ ഇടയാക്കിയ ഒരു സാഹചര്യം തന്നെയല്ലേ ഉണ്ടായിരുന്നത്? തീർച്ചയായും അത്തരത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പൊതുവെ വിലയിരുത്തുന്നത്. അതായത് ഈ സുപ്രഭാത പത്രത്തിന്റെ 1-ാം പേജിലാണ് LDF വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പരസ്യം പ്രസിദ്ധീകരിച്ചത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാംകിട പൗരന്മാരാകും, ഇടതുണ്ടെങ്കിലേ ഇടതില്ലെങ്കിൽ വ്യക്തമാണ്. ആനന്ദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.